ഇങ്ങനത്തെ ഒരു ടയർ മാത്രം മതി. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സിമ്പിൾ ആയിട്ടൊരു സാധനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇന്ന് പോണത്. ഇപ്പം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് വന്നൊരു കമന്റ് ആട്ടാ, നമ്മുടെ ഹോട്ട് വീൽസ് ഒക്കെ വെക്കാനായിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കുവാന്ന്. അപ്പോൾ കുറേ മെസ്സേജ് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലായത് കുറേ പേർക്കും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നാ. കാരണം ഈ ഇങ്ങനത്തെ ചെറിയ കാറുകൾ അങ്ങനത്തെയൊക്കെ വാങ്ങിക്കാനായിട്ട് ഒന്നെങ്കിൽ വാങ്ങിക്കാനുള്ള സ്റ്റാൻഡ് വാങ്ങി കഴിഞ്ഞാൽ എല്ലാത്തിനും നല്ല റേറ്റ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു സിമ്പിൾ ആയിട്ടൊരു സാധനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇന്ന് പോണത്. അപ്പോൾ ദേ ഇങ്ങനത്തെ ഒരു ടയർ മാത്രം മതി. ഇത് നമ്മൾ നല്ല ടയറൊന്നും അല്ല, നല്ല പഴയ ടയറാണ് നമ്മൾ എടുത്തേക്കുന്നത്, തേഞ്ഞ് തീർന്നേക്കുന്ന ടയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ടയറും പിന്നെ കുറച്ച് പ്ലൈവുഡിൻ്റെ പീസുകളും മാത്രം മതി. അത്രയും വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാൻഡ് ഉണ്ടാക്കി എടുക്കാൻ പോണത്. പിന്നെ വേണമെങ്കിൽ പെയിന്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം പെയിന്റ് യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ 3 ഐറ്റംസ് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റാൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, വലിയ ചിലവൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കിട്ടാ. പിന്നെ ഉണ്ടല്ലോ നമ്മുടെ കമന്റിന്റെ അവിടെയായിട്ട് ഒരു പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്, ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കൊടുത്തു വെച്ചേക്കിട്ടാ. എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് വെച്ചേക്ക്. വീഡിയോയിലേക്ക് പോകാം. ചെറിയ വീഡിയോ ആണ്, സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാമെന്നും പറ്റുന്ന ഐറ്റവും. ആദ്യം തന്നെ നമ്മുടെ ടയർ ഫുള്ള് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ഒന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കണം. പെയിന്റ് അടിക്കാണ്, ഞാൻ ഇതിൽ പെയിന്റ് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തേക്കണേ. അല്ലെങ്കിൽ ഒന്ന് കഴുകണം നല്ലതായിരിക്കും കേട്ടോ. കാരണം വെറുതെ ഒരു ടയറല്ലേ, നമ്മൾ പഴയത് എടുക്കണമുണ്ട്, പുതിയത് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല, കഴുകിയാൻ വേണ്ടി വരില്ല, പെയിന്റ് അടിക്കാൻ വേണ്ടില്ല. അതുകൊണ്ട് പഴയ ടയറൊക്കെ എടുക്കണമെങ്കിൽ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തേക്കാം. പിന്നെ നമ്മൾ എടുത്തേക്കണ ഐറ്റമാണ് ഇത് ഫ്ലൈവുഡിൻ്റെ. ഈ ഒരു സൈസിൽ ഞാൻ പല സൈസിലായിട്ട് ഇതിൻ്റെ ഒരു അളവ് എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണത്. കാരണം നമ്മുടെ ഈ ടയറിൻ്റെ ഈ പോർഷൻ ഇവിടെ വെക്കാനുള്ള ഒരു പീസ്, അപ്പോൾ ഇതിൻ്റെ അളവെടുത്തിട്ട് അപ്പോൾ ഇത്രയും ഒരു നീളത്തിൽ അളവെടുത്തിട്ട് അതൊരു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിലെല്ലാം പല പല സൈസിലാണ് വന്നത്. ഇപ്പോൾ ഈ താഴത്ത് വന്നത് ഈ ഒരു ഏരിയ മതി. അപ്പോൾ ഇത് ഈ ഒരു ഏരിയയുടെ ഉള്ളിൽ കയറും. ഈ ടയറിൻ്റെ ഉള്ളിലായിട്ടാണ് നമുക്ക് കയറ്റി ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കൂടി ആണി വെച്ചിട്ടാണ് നമ്മൾ അടിച്ച് ലോക്ക് ചെയ്ത് വെക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു രീതിക്കും പിന്നെ ടയറിൻ്റെ വീതി അനുസരിച്ചുമാണ് ഇതിൻ്റെ വീതി നമ്മൾ അളവെടുത്തേക്കുന്നത്. ഈ ടയറിൻ്റെ ഇപ്പം കാണുന്ന വീതിനേലും കുറച്ചുകൂടി വീതി നമ്മൾ കൂട്ടിയിട്ടാണ് വുഡിലെടുത്തേക്കണത്. എന്നാൽ മാത്രമേ ടൈറ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ ഈ ടയറിൻ്റെ കറക്റ്റ് അളവിനെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിട്ട് ഇരിക്കും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് സ്പേസ് കിട്ടിയില്ല. ഇത് റബ്ബർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഈ ഒരു ടൈറ്റിൽ നിർത്താൻ പറ്റും. വേണമെങ്കിൽ ആണി അടിക്കാണ്ട് തന്നെ വെക്കാൻ പറ്റും, കാരണം അത്യാവശ്യം നല്ല ടൈറ്റിൽ നിൽപ്പുണ്ട്. ഇപ്പോൾ ഇത് ഒരെണ്ണം വെച്ചില്ലേ, അതേപോലെ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അതുപോലെ ഞാനിവിടെ ഏകദേശം 1 2 3 4 5 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും താഴത്ത് വെക്കാനായിട്ടുള്ള പീസാട്ടോ. കാരണം താഴെ നിന്നായിരിക്കും വയറിങ്ങും കാര്യങ്ങളൊക്കെ കയറുക. നമ്മൾ ഇതിനകത്ത് ലൈറ്റും കൂടെ സെറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ടായിരിക്കും നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനും കൂടിയുള്ള ഒരു ചെറിയൊരു പീസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും താഴത്ത് വെക്കാനായിട്ടുള്ള. അപ്പോൾ ഇത്രയും പീസുകളാണ് നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഈ കട്ട് ചെയ്തെടുത്ത ഓരോ ഫ്ലൈവുഡിൻ്റെ പീസും നമ്മളെ ഈ സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എന്നാലേ ചിലപ്പോൾ കറക്റ്റായിട്ട് പെയിൻറ്റ് പിടിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ എഡ്ജ് കട്ട് ചെയ്തപ്പോഴത്തേക്കും പോയേക്കണതിൻ്റെ ആ ഒരു രീതിക്കും വേണ്ടിയിട്ട് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് എഡ്ജ് മാത്രം ഒന്ന് സാൻഡ് പേപ്പർ വെച്ച് ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കിട്ടാത്തവർക്ക് ഫ്ലൈവുഡ് തന്നെ വേണമെന്നില്ല, വേറെ എന്ത് സാധനം വെച്ച് വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ മൾട്ടിവുഡിൻ്റെ പീസാ അല്ലെങ്കിൽ നമ്മുടെ ഫോറക് ഷീറ്റിൻ്റെ കട്ടിയുള്ള ടൈപ്പ് അങ്ങനത്തെ പീസ് വെച്ച് വേണമെങ്കിലും ഇത് ഒരു രീതിക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം വെക്കണ കാറിൻ്റെ വെയിറ്റ് അനുസരിച്ച് വേണം എടുക്കാനായിട്ട്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മൾ വെയിറ്റുള്ള സാധനമാണ് വെക്കണമെങ്കിൽ ഫ്ലൈവുഡ് എടുക്കണമായിരിക്കും ബെറ്റർ. പിന്നെ ഉള്ളൊരു കാര്യം, നമ്മളിപ്പോൾ എടുത്തേക്കണ അളവെന്ന് പറയാൻ നേരത്ത് ഇപ്പോൾ ഏകദേശം ഈ ടയറിൻ്റെ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. കാരണം ഈ വുഡ് വന്ന് നിന്ന് കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് ടയറിൻ്റെ ഇവിടെ ഗ്യാപ്പ് ഉണ്ട്. അങ്ങനെ ഇട്ടിട്ടാണ് കറക്റ്റ് നേരെ ഫില്ലായിട്ടല്ല എടുത്തേക്കണത്. അതായത് ഈ വുഡ് നേരെ ടയറിൻ്റെ ഇവിടെ മുട്ടി നിൽക്കുന്ന രീതിക്കല്ല നമ്മൾ ഈ വുഡ് കട്ട് ചെയ്തെടുത്തേക്കണത്. നല്ല രീതിക്ക് ഉള്ളിൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ്. അങ്ങനെ ഗ്യാപ്പ് ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് വെക്കാനോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ ഫ്രീ ആയിട്ട് എടുക്കും. നമുക്കപ്പോൾ ഇത് അടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ലൈറ്റ് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഗ്യാപ്പ് ഇട്ടേക്കണത്. കാരണം നമുക്ക് അത്ര ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യത്തിൽ വെറുതെ അത്ര വുഡ് വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടും ലൈറ്റ് വെക്കാനുള്ള പ്ലാൻ ഉള്ളത് കൊണ്ടിട്ടും നമ്മൾ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ അങ്ങനത്തെ രീതിക്ക് വിട്ടാൽ മതി. ഇനി നമ്മുടെ എല്ലാ ഐറ്റംസും ഒന്ന് പെയിന്റ് അടിച്ചെടുക്കണം. നമ്മുടെ ടയറും നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വുഡും അതെല്ലാം ഒന്ന് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് പെയിന്റ് അടിച്ചിട്ട് ഒന്ന് ഉണക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് ഇതെല്ലാം പെയിന്റ് ചെയ്ത് നീറ്റായിട്ട് നല്ല രീതിക്ക് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇവിടെ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതേപോലെ 2 ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ 2 സ്ക്രൂ ആണ് ഇട്ട് വെച്ചേക്കണത്. ഇതാണ് കേട്ടോ ഞാൻ എടുത്തേക്കണ ലൈറ്റ്. ഇതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് ഓരോ ചെറിയ പീസുകളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ലൈറ്റിൻ്റെ പണിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വുഡ് ഓരോന്നായിട്ട് എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ
2 മാർക്ക് ഇട്ടുണ്ട്. ആ പോയിന്റിലാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ അത് നേരെ ഇത് ഇങ്ങനെ ഉള്ളിൽ കയറ്റിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് തിരിച്ചാൽ മതി. പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുക്കുക, തിരിക്കുക. അതൊരെണ്ണം അവിടെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കണം. ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഫ്ലെക്സ് ക്യുക്കാണ് എടുത്തേക്കണം. അപ്പോൾ ഫ്ലെക്സ് ക്യുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒരു ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. വലിയ വെയിറ്റ് ഒന്നും വരാത്തതുകൊണ്ടാട്ടോ ഞാൻ ഫ്ലെക്സ് ക്യുക്ക് യൂസ് ചെയ്യണം. വെയിറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കണമെങ്കിൽ ആണി തന്നെ വെച്ചടിക്കണം. ഇനി ഉണ്ടല്ലോ നമ്മുടെ ഓരോ കാറുകളൊക്കെ ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് അറേഞ്ച് ചെയ്യാൻ പോകണ്ട. ഇപ്പോൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് ഒരെണ്ണം കൂടി ഉണ്ട് നമുക്കിവിടെ വെക്കാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഫില്ലായി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ടയറൊന്നും വെറുതെ വേസ്റ്റായി കളയണ്ട. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. വലിയ ചിലവൊന്നും വന്നിട്ടില്ല. ഈസി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്ന കാര്യമാണ്. അപ്പോൾ അതേപോലെ അല്ല, ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ എടുക്കുക. വെറുതെ ടയർ സാധനമൊക്കെ വേസ്റ്റായിട്ട് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ബഡ്ജറ്റിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ. മിക്കവരുടെയും പ്രശ്നമെന്ന് എനിക്കറിയാം, ഇങ്ങനത്തെ കാറുകളൊക്കെ കിട്ടാൻ നേരത്ത് എങ്ങനെ വെക്കും എന്നുള്ള പ്രശ്നം. അത് ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റും. വേറെ പല ടൈപ്പ് ഉണ്ട്. അപ്പം ഇനി അടുത്തത് എന്ത് ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. പിന്നെ നമ്മളൊരു ഗീവ് അവേയുടെ പരിപാടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അതിലൊക്കെ കയറിയിട്ട് ഞാൻ പറഞ്ഞേക്കണ പോലെയൊക്കെ ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.